ഇന്ന് നമ്മൾ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ജേണിക്ക് തയ്യാറെടുക്കുകയാണ്. 9 മണിക്ക് വരാൻ തന്നാണ് 10 മണിക്കാണ് ഇവിടെ എത്തിയത്. ഇവിടെ ഡാൻസിനൊക്കെ ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട്. 200 MB/s ആണ് സ്പീഡ്. അതുകൊണ്ട് 12 GB എടുത്ത് ഇങ്ങനെ ടക്ക് 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 പറഞ്ഞ് തീർന്നു അല്ലേ. ഹോസ്റ്റൽ ഫുഡ് ഇഷ്ടമാണ്? ഹോസ്റ്റൽ ഫുഡ് കുഴപ്പമില്ല, ഉള്ളത് പറയും. ഇവർ 50 years ആയതുകൊണ്ട് ഇവർക്ക് അറിയാം മാരോ യൂസ് ചെയ്യണം, പ്ലേബോൾ യൂസ് ചെയ്യണം. എന്റെ ജാക്കറ്റ് ഊരി കൊടുക്കണോ? ഹായ്. ഇവിടെ നമ്മള് റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് പ്രോപ്പർ ആയിട്ട് റോഡ് ക്രോസ് ചെയ്തില്ല എന്താ സംഭവിക്കാം? വണ്ടി ഇടിച്ചിട്ട് അങ്ങ് പോകും. CPR കൊടുക്കണ്ട എങ്ങനെയാന്നുള്ളതൊക്കെ കറക്റ്റ് മനസ്സിലാവും. നമ്മൾ വലിക്കാറില്ല. ഇതൊക്കെ ക്ലാസ് റൂംസ് ആണ്. ഈ ഭാഗത്തൊക്കെ ക്ലാസ് റൂംസ് ആണ്. അപ്പൊ ഇതാണ് യൂണിവേഴ്സിറ്റി ഹോസ്റ്റൽ. ചപ്പാത്തിയും ചോറും അതേപോലെ തന്നെ രാവിലത്തെ ഫുഡാണത്. ശരിക്കും ഒരു യൂറോപ്യൻ ഫീൽ ഉണ്ട്. നല്ല യൂറോപ്യൻ ഫീൽ ഉണ്ട്. ഇന്ന് നമ്മുടെ എക്സ്പ്ലോറിംഗ് മെഡിക്കൽ യൂണി കസാക്കിസ്ഥാൻ തുടങ്ങുകയാണ്. ഇന്ന് നമ്മുടെ 1ാമത്തെ ദിവസമാണ്. ഞാൻ ഇന്ന് ഉസ്ബെക്കിസ്ഥാനിൽ നിന്നാണ് കസാക്കിസ്ഥാനിലേക്ക് പോകുന്നത്. ഇവിടെ ഉസ്ബെക്കിസ്ഥാനിൽ ടൂറിസ്റ്റ് ആയിട്ട് വരുന്ന ആളുകളൊക്കെ കസാക്കിസ്ഥാനിലേക്ക് ഒരാഴ്ചത്തേക്ക് പോകാറുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യക്കാർക്ക് കസാക്കിസ്ഥാനിൽ വിസ ആവശ്യമില്ല. ഒരാഴ്ച നമുക്ക് വിസ ഇല്ലാണ്ട് നിൽക്കാൻ പറ്റും. അതുപോലെ തന്നെ ചിലരുടെ കുട്ടികളെ ടൂറിസ്റ്റ് വിസയിലൊക്കെ കൊണ്ടുവരാറുണ്ട്. അപ്പോൾ അവരും അവരുടെ വിസ റിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് കസാക്കിസ്ഥാനിൽ എക്സിറ്റ് ചെയ്തിട്ടാണ് തിരിച്ച് ഉസ്ബെക്കിസ്ഥാനിലേക്ക് കയറാറുള്ളത്. താഷ്കന്തിൽ നിന്ന് ഓൾമോസ്റ്റ് 1 മണിക്കൂർ മാത്രമാണ് കസാഖ് ബോർഡറിലേക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് ടാക്സി എടുത്തിട്ടാണ് അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചത്. ഞാനങ്ങനെ ആദ്യം ഉസ്ബെക്കിസ്ഥാന്റെ തൊട്ടടുത്തുള്ള കസാഖിസ്ഥാനിലെ സിറ്റി ആയിട്ടുള്ള ഷിംഖന്തിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഇന്ന് യൂണിവേഴ്സിറ്റി കാണാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന മലയാളി സ്റ്റുഡൻ്റ് ആയിട്ടുള്ള ഐശ്വര്യ കൂടെ എൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനും തൊട്ടടുത്ത കടയിൽ നിന്ന് ഒരു കോഫി കുടിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ കോഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് 3-in-1 പൗഡറിൽ ചൂടുവെള്ളം ഒഴിച്ച് തരുന്നതാണ്. അല്ലെങ്കിൽ മെഷീൻ കോഫി ഉണ്ടാവും. അതല്ലാതെ നമ്മുടെ നാട്ടിലെ പോലെ മേക്ക് ചെയ്ത പാലൊക്കെ ഒഴിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന കോഫി ഇവിടെ കുറവാണ്. അപ്പോൾ നമ്മൾ സൗത്ത് കസാക്കിസ്ഥാൻ യൂണിവേഴ്സിറ്റിയിലേക്ക് പോവാണ്. യൂണിവേഴ്സിറ്റി തുറക്കും ബി ലൈൻ ഓഫീസ്. അതെ, സിം എടുത്തിട്ടില്ല. അപ്പോൾ ബി ലൈൻ ഓഫീസിൽ പോയിട്ട് സിം എടുത്തതിന് ശേഷം സൗത്ത് കസാക്കിലേക്ക് പോകാമെന്ന് വിചാരിക്കുകയാണ്. ആക്ച്വലി രാവിലെ തന്നെ മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് അതെ, അതിനാണ് ശരിക്കും 1 മണിക്കൂർ എടുത്തത്. അതെ, 5 minutes. അപ്പോൾ നമ്മൾ ബി ലൈൻ ഓഫീസിൽ പോയിട്ട് സിം എടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ സിമ്മിൻ്റെ പ്രൊസീജിയർ ആദ്യം നോക്കാം കസാക്കിസ്ഥാനിൽ. അപ്പോൾ യൂണിവേഴ്സിറ്റി കാണാൻ പോകുന്നതിൻ്റെ മുന്നേ നമ്മളൊന്ന് സിം എടുക്കാൻ പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ ഓൾമോസ്റ്റ് 6500 ആണല്ലേ. 6500 ആണ് സിമ്മിന്. അപ്പോൾ നമ്മൾ 5000 എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കൗണ്ടറിൽ കൊടുക്കണം. ബാക്കി അത് എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ പാസ്പോർട്ട് മാത്രം മതി, വേറൊന്നും ആവശ്യമില്ല. സിമ്മിൻ്റെ ഓഫീസിലെത്തിയപ്പോൾ ഓൾമോസ്റ്റ് 20 മിനിറ്റ് കൊണ്ട് അവർ സിം റെഡിയാക്കി ആക്റ്റീവ് ആക്കി തന്നു. അപ്പോൾ നമ്മൾ ബി ലൈൻ്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങി ബി ലൈൻ്റെ ഓഫീസിൽ നിന്ന് സിം എടുത്തു. ഓൾമോസ്റ്റ് 30 minutes ആയി സിം എടുക്കാൻ. അപ്പോൾ സിം എടുക്കാനുള്ള ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 12 GB ഇൻ്റർനെറ്റ് ആണെങ്കിൽ 12 GB ഇൻ്റർനെറ്റ് 25 GB ഇൻ്റർനെറ്റ് ആണെങ്കിൽ 6000 ആണ് നമുക്ക് വരിക. അൺലിമിറ്റഡ് ആണെങ്കിൽ നമുക്ക് 6500, അതായത് 100 രൂപേൻ്റെ വ്യത്യാസമുള്ളൂ അൺലിമിറ്റഡ് ആയിട്ട്. അപ്പോൾ ഇവിടെ 200 MB/s ആണ് സ്പീഡ്. അതുകൊണ്ട് 12 GB എടുത്ത് ഇങ്ങനെ ടക്ക് 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 പറഞ്ഞ് തീർന്നു അല്ലേ. അപ്പോൾ നമ്മൾ ഇന്ന് മെയിനായിട്ട് പോകുന്നത് സൗത്ത് കസാക്കിസ്ഥാൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റി കാണുക എന്നുള്ളതിലാണ്. അപ്പോൾ സൗത്ത് കസാക്കിസ്ഥാൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയും അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റിൻ്റെ ക്യാമ്പസും അവിടെയുള്ള കഫറ്റീരിയയും അതേപോലെ തന്നെ അവർ കൊടുക്കുന്ന ഫെസിലിറ്റീസും സ്റ്റുഡൻസിൻ്റെ റിവ്യൂസും അവരുടെ ഹോസ്റ്റലും അതേപോലെ തന്നെ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസും എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാം. ഓക്കെ, അതായത് ഐശ്വര്യ ചെയ്ത വീഡിയോയിൽ ഓൾറെഡി യൂണിവേഴ്സിറ്റി കാണിച്ചിട്ടുണ്ടല്ലേ. അത് റിലീസ് ആയിട്ടില്ലല്ലോ, ഫസ്റ്റ് വീഡിയോ. ഓക്കെ, യൂണിവേഴ്സിറ്റി ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മളെ ജേണി എന്ന് പറയുന്നത് ആ യൂണിവേഴ്സിറ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് പ്രോപ്പറായിട്ട് അറിയുക എന്നുള്ളതാണ്. അപ്പോൾ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് ഡീപ്പായിട്ട് പഠിച്ചതിന് ശേഷം ഞാൻ ആ യൂണിവേഴ്സിറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. ഐശ്വര്യ ഉണ്ട്, അതേപോലെ തന്നെ ഐശ്വര്യൻ്റെ റൂംമേറ്റ്സ് ആയിട്ടുള്ള ശ്രുതി. നോക്ക്, ഐശ്വര്യൻ്റെ റൂംമേറ്റ് ആയിട്ടുള്ള ശ്രുതിയും പിന്നെന്തായിരുന്നു പേര്? അന്നു. ഓക്കെ, അന്നു ഉണ്ട്. അന്നു രാജസ്ഥാനിൽ സെറ്റിൽഡ് ആണല്ലേ. അപ്പോൾ ശ്രുതിയും ഐശ്വര്യയും 5th ഇയറിൽ പഠിക്കുകയാണ്. കേരളത്തിൽ ആദ്യത്തെ ബാച്ചിൽ ജോയിൻ ചെയ്തേക്കുന്ന ആൾക്കാരാണ് ഐശ്വര്യയും ശ്രുതിയൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ നിന്നായിരിക്കും നമുക്ക് ഈ യൂണിവേഴ്സിറ്റിനെ കുറിച്ചുള്ള ഏറ്റവും ഡീപ്പായിട്ട് ഇൻഫർമേഷൻസ് കിട്ടുക. അപ്പോൾ അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. അതുപോലെ ഇവരുടെ 6 yearsൽ 14 മലയാളികളുണ്ടല്ലേ. അപ്പോൾ 12 കുറേ ആൾക്കാരെ ഞാൻ മീറ്റ് ചെയ്തു. ഇനി ബാക്കിയുള്ളവരെയും കൂടെ മീറ്റ് ചെയ്യാം. 4th yearsലും ഉണ്ടെന്ന് തോന്നുന്നു ഒരു 15 മലയാളികൾ അങ്ങനെ. അപ്പോൾ എല്ലാവരെയും മീറ്റ് ചെയ്യാം. 1st yearsൽ ഒരുപാട് ആൾക്കാരുണ്ട് തോന്നുന്നല്ലേ, ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാവരെയും മീറ്റ് ചെയ്യാം. എന്നിട്ട് കസാക്കിസ്ഥാൻ ആണോ ഉസ്ബെക്കിസ്ഥാൻ ആണോ അല്ലെങ്കിൽ ബാക്കിയുള്ള കൺട്രി ആണോ എന്നുള്ളത്. ഇങ്ങോട്ടേക്കാണ് വന്നത്. ഉക്രൈൻ ട്രാൻസ്ഫേഴ്സ് കുറച്ച് ആൾക്കാരുണ്ട്, 2 പേര് അത്രേ ഉള്ളൂ. ഒരുപാട് പേരുണ്ട്. നോക്കാം നമുക്ക് ഓരോരുത്തരും മീറ്റ് ചെയ്യാം. എന്നിട്ട് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. ഞാൻ കസാക്കിൻ്റെ സിറ്റിയിലൂടെ നടക്കുകയാണ്. അപ്പോൾ അവിടെ നിന്നാണ് ബി ലാൻഡ് ഓഫീസ് അവിടെയായിരുന്നു, അവിടെ നിന്നാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ സിറ്റിയാണ് കേട്ടോ. കസാക്ക് എന്ന് പറയുന്നത് നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. പിന്നെ ഉസ്ബെക്കിനേക്കാളും കുറച്ചുകൂടെ ഡെവലപ്ഡ് ആണ്.
അതായത് അവരുടെ ബിഹേവിയർ ആണെങ്കിലും പിന്നെ അതേപോലെ തന്നെ ഇവരുടെ കൾച്ചർ ആണെങ്കിലും എല്ലാം ഡെവലപ്ഡ് ആണ്. അപ്പോൾ സ്റ്റുഡൻസ് ആണ്. ലയണൽ മെസ്സി എന്നെങ്ങനെയാണ് പറഞ്ഞത്, എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തായാലും കാര്യം കണ്ടല്ല, രാവിലെ തന്നെ ഇവർ ഫുൾ ക്ലീൻ ആക്കുന്നുണ്ട്. ഞാൻ നേരത്തെയും കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഫുൾ ഇവർ സിറ്റിയൊക്കെ ക്ലീൻ ആക്കുന്നുണ്ട്. ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട് ഇവരുടെ സിറ്റി എല്ലാം. ഐശ്വര്യ, നിങ്ങളുടെ ഫ്ലാറ്റിന്നേ ഓൾമോസ്റ്റ് യൂണിവേഴ്സിറ്റി വരെ എത്ര മിനിറ്റ് നടക്കാനുണ്ട്? ഒരു 6 മിനിറ്റ് നടക്കാനുള്ളൂ. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ സ്റ്റുഡൻസും ഈ ഏരിയ തന്നെയാണോ ഈ ലൊക്കാലിറ്റിയിൽ തന്നെ വീട് എടുക്കുന്നത്? അപ്പോൾ ഹോസ്റ്റലിലാണെങ്കിൽ എത്ര ദൂരം ഉണ്ട് ഹോസ്റ്റലിൽ നിന്ന് യൂണിവേഴ്സിറ്റിയിലേക്ക്? തൊട്ടടുത്താണ്, കോമ്പൗണ്ടിനുള്ളിൽ തന്നെയാണ്. അടുത്തടുത്ത ബിൽഡിംഗ്, കോമ്പൗണ്ടിനുള്ളിൽ തന്നെയാണ്. ഹോസ്റ്റൽ ഫുഡ് ഇഷ്ടമാണോ? ഹോസ്റ്റൽ ഫുഡ് കുഴപ്പമില്ല, ഉള്ളത് പറയും. കുഴപ്പമില്ല. എന്താ നമ്മള് കേരളത്തിൽ നിന്ന് പറഞ്ഞല്ലേ, പക്ഷെ ഇവിടെ മെയിൻ ആയിട്ട് നോർത്ത് ഇന്ത്യൻ ഫുഡാണ് കൊടുക്കുന്നത്. ചപ്പാത്തി, അതാ ചോദിച്ചത് നമുക്ക് പറ്റുമെന്ന്. നമുക്ക് വന്നിട്ട് പറ്റത്തില്ല. ചോറുണ്ട്, പക്ഷെ എന്നും ഒരേ ഐറ്റം ഫുഡ് ആകുമ്പോൾ നമ്മളിങ്ങനെ മടുത്തു. അത് മാത്രമേ ഉള്ളൂ, അല്ലാതെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഫുഡാണ്. പനീർ, ചിക്കൻ, അങ്ങനെ. നമുക്ക് നോക്കാം. ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്ക് ചോദിക്കാം. ഞാൻ ഫസ്റ്റ് ഇയർ ആണ് ഇവിടെ ഹോസ്റ്റലിൽ വന്നത്. അപ്പോഴത്തെ മെനു ഇപ്പോഴത്തെ മെനു തമ്മിൽ വ്യത്യാസമുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. സൗത്ത് കസാഖിസ്ഥാൻ യൂണിവേഴ്സിറ്റി ഷിംഗന്ത് സിറ്റി തന്നെയാണല്ലേ? കറക്റ്റ് സെന്ററിൽ. എങ്ങനെയുണ്ട് ക്യാമ്പസ് ലൈഫ് യൂണിവേഴ്സിറ്റി? ഉള്ളത് പറയണട്ടാ. ഇതിന് കള്ളം പറഞ്ഞ പോലെ കുഴപ്പമില്ല. എന്നാലും നമുക്ക് നാട്ടിലെ ആ ഒരു എക്സ്പീരിയൻസ് കിട്ടുകയില്ല. ക്യാമ്പസ് ലൈഫ് ഉണ്ടോ ഇവിടെ? ഇല്ലേ. ക്ലാസ് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ പോകണം. അവിടെ ഒന്നും റോം ചെയ്യാനൊന്നും പറ്റത്തില്ല. ക്ലാസിന്റെ അകത്ത് ഇരിക്കാൻ പറ്റത്തില്ല. ക്ലാസ് കഴിഞ്ഞ പറഞ്ഞാൽ ക്ലാസ് ലോക്കാം. സിറ്റിയിൽ കറങ്ങാം, പ്രശ്നമില്ല. വെളിയിൽ കറങ്ങാം. എത്ര മണി മുതൽ എത്ര മണി വരെ ക്ലാസ്? പുറത്ത് ഇങ്ങനെ ചുറ്റാൻ പറ്റില്ല. എത്ര മണി മുതൽ എത്ര മണി വരെ ക്ലാസ്? അത് നമുക്ക് ടൈമിംഗ് ആണ്. രാവിലെ 8 മണി മുതൽ 9 മണി വരെ. അടുത്ത ക്ലാസ് ഇപ്പോൾ 1 മണിക്കായിരിക്കും. ചിലപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് 12 മണി വരെ കാണാം. അങ്ങനെ അത് തന്നെ ഫ്രീ ആയിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഫുൾ ഫ്രീ ആയിരിക്കും. അത് ഓരോ ഇയറിനും ഓരോ ടൈമിംഗ് ആയിരിക്കും. നമുക്കിനി ഇപ്പം കോളേജിലെ ക്ലാസ് കുറവാണ്, എല്ലാം ഹോസ്പിറ്റൽ ക്ലാസ് ആയിരിക്കും. നമ്മൾ റോഡ് ക്രോസ് ചെയ്യണ്ട. ഇതാണ് ഷിംഗന്ത് പ്ലാസ. ഷിംഗന്ത് പ്ലാസയുടെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ സൗത്ത് കസാഖിസ്ഥാൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റി. ഇവിടെ നമ്മൾ റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് പ്രോപ്പറായിട്ട് റോഡ് ക്രോസ് ചെയ്തില്ല എന്താ സംഭവിക്കാം? വണ്ടി ഇടിച്ചിട്ട് അങ്ങ് പോകും. ഇടിച്ചിട്ട് പോകും അവര്. അവർക്ക് കംപ്ലൈന്റ് ഒന്നും കാണത്തില്ല. അവരുടെ പേര് ശരിക്കും ഇടിച്ചു പോകും അല്ലേ? അങ്ങനെയൊക്കെ ഉണ്ടോ? ഫൈൻ അടപ്പിക്കും. വണ്ടി നല്ല ഫൈൻ. പോലീസ് സ്റ്റേഷനിൽ കൊണ്ടു. വലിക്കാനും ഡ്രങ്ക് ഒന്നും ചെയ്ത് പബ്ലിക് പ്ലേസിൽ നടക്കാനൊന്നും പാടില്ല. നടക്കാനേ പാടില്ല. വലിച്ചോണ്ട് പബ്ലിക് പ്ലേസിൽ നടക്കാനേ പാടില്ല. സ്പെഷ്യൽ സ്പോട്ട് ഉണ്ട് എല്ലായിടത്തും. ഇങ്ങനെ ഓരോ സ്പോട്ട് വെച്ചിട്ടുണ്ട്, നമ്മുടെ ഡസ്റ്റ്ബിൻ പോലെ. അതിന്റെ അടുത്തുനിന്ന് വലിക്കാം. അല്ലാതെ അതിന്റെ അപ്പുറത്തൊക്കെ നിന്ന് വലിച്ചാൽ പോലീസ് ഫൈൻ. എത്ര ഫൈൻ ഇട്ടാറുണ്ട്? ഏത് ഫൈൻ ഇട്ടിട്ടുണ്ടാ? നമ്മൾ വലിക്കാറില്ല. ഒരു തഗ് ലൈഫ് ഇട്ട് കൊടുത്തിട്ടുണ്ടാ. അതല്ല, റോഡ് ക്രോസ് ചെയ്യുന്നിറങ്ങാൻ ഇല്ല, ആരും ഇവിടെ ചെയ്യൂല. ഇതാണ് സൗത്ത് കസാഖിസ്ഥാൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റി. റോഡിന്റെ തൊട്ട് സൈഡിലാണ്. ഉസ്ബെക്കിസ്ഥാനിൽ കണ്ട പോലെ വലിയൊരു ക്യാമ്പസ് ഒന്നും ഇല്ല കേട്ടാ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ബ്ലോക്കിലേക്കാണ് ആദ്യം പോകുന്നത്. ഓക്കെ, എത്ര മണിക്കൂർ ഉണ്ടാവും? ഓൾമോസ്റ്റ് ഒരു ദിവസം എത്ര മണിക്കൂർ ഉണ്ടാവും? ഫസ്റ്റ് ഇയേഴ്സിനാണെങ്കിൽ ഒരു വൈകിട്ട് 6 മണി വരെ. അതിന് ഗ്യാപ്പ് കാണും, പക്ഷെ 6 മണിയുടെ ഒരു കണ്ടിന്യൂസ് ക്ലാസ് കാണും ഇടയ്ക്കിടയ്ക്ക് വെച്ച്. ഓൾമോസ്റ്റ് എത്ര മണിക്കൂർ ഉണ്ടാവും ഒരു ദിവസം? നമുക്കൊരു 4-5 മണിക്കൂറുള്ളൂ ഇപ്പോൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരുപാട് ഫ്രീ ടൈം ഉണ്ട്. നല്ല ചില്ല് ചെയ്യാനും പഠിക്കാനൊക്കെ ഉണ്ട്. ഏതാ യൂസ് ചെയ്യണത്? പ്ലാബിൾ ആണോ മാരോ ആണോ? ഏതെങ്കിലും യൂസ് ചെയ്യണ്ട? പ്രപ്ലാഡർ ആണ്, മാരോ ആണ്. എങ്ങനെയുണ്ട് പ്രപ്ലാഡറും മാരോയും തമ്മിലുള്ള ഒരു വ്യത്യാസം? പ്ലാബിൾ യൂസ് ചെയ്യണ്ട ആരെങ്കിലും? പ്രപ്ലാഡറും മാരോയും തമ്മിലുള്ള ഡിഫറൻസ് എങ്ങനെയുണ്ട്? മാരോ എങ്ങനെയുണ്ട്? ചെയ്യാൻ പറ്റും. ഏതാ പാക്കേജ് എടുത്തേക്കണ മാരോന്റെ? 5th എഡിഷൻ ആണ്. എത്ര അതിന്റെ റേറ്റ് വരുന്നത് ഇന്ത്യൻ റുപ്പീസിൽ? ടോട്ടൽ 54 ആണ്. പക്ഷേ ഒരു പാർട്ട്ണറിന്റെ കൂടെ എടുക്കുമ്പോൾ അതിന്റെ ഹാഫ് കൊടുത്താൽ മതി. നിങ്ങളോ? ഞാനും 5. ഞാൻ നേരത്തെ എടുത്താണ് ചേട്ടനോട്. അപ്പൊ നമ്മൾ ഷെയർ ചെയ്ത് എടുത്താണ്. അപ്പൊ പ്രപ്ലാഡർ ആണ് യൂസ് ചെയ്യുന്നത്. റേറ്റ് എത്ര വരുന്നത് അതിന്റെ? റേറ്റ് പണ്ട് എടുത്ത നോർമൽ 56 അത്ര എന്താണ്. 56 ആണ്. ഇവർ 50 years ആയതുകൊണ്ട് ഇവർക്ക് അറിയാം മാരോ യൂസ് ചെയ്യണം, പ്ലേബോൾ യൂസ് ചെയ്യണം. അപ്പോ അതേസമയത്ത് സെക്കൻഡ് ഇയേഴ്സ് ഒന്നും ഇത് തുടങ്ങിയിട്ടില്ല. അവരൊന്നും അതിന്റെ ഒരു എല്ലാവരും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നത് നിങ്ങൾ MBBS പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന എഡ്യൂക്കേഷനേക്കാളും കൂടുതൽ സെൽഫ് ലേണിംഗ് ആയിരിക്കും ഉണ്ടാവുക. എന്തായാലും നിങ്ങൾ ഓണായിട്ട് പഠിക്കേണ്ടി വരും. അതിന് ബുക്സ് അതേപോലെ തന്നെ ഇതുപോലുള്ള ആപ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇന്ത്യൻ മെയ്ഡ് ആപ്സ് ഉണ്ട്, ഇന്ത്യൻ മെയ്ഡ് ട്യൂഷൻ ആപ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഏറ്റവും നല്ല റിവ്യൂ ഉള്ള അതേപോലെ തന്നെ സ്റ്റുഡൻസിന് മനസ്സിലാവുന്ന പ്രോപ്പറായിട്ട് ക്ലാസ് എടുക്കുന്ന ഏതാ നോക്കുക, എന്നിട്ട് അത് എന്ത് ഉപയോഗിക്കാം. അപ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലേക്ക് കയറാണ്. ഇവിടെയാണ് ഡീൻ ഓഫീസൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് ഉള്ളിലേക്കൊന്ന് കയറി വെക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്.
അല്ലേ? ശരിക്കും 1979 സോവിയറ്റ് ഭരണകാലത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്ത ഒരു കോളേജാണ് സൗത്ത് കസാഖിസ്ഥാൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റി. അതായത് സൗത്ത് കസാഖിസ്ഥാൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റി ശരിക്കും ആൽമാട്ടി സ്റ്റേറ്റ് മെഡിക്കൽ അക്കാഡമിയുടെ ഒരു ഷിംഗന്ത് ബ്രാഞ്ച് ആയിരുന്നു പണ്ട്. പിന്നീട് അത് സൗത്ത് കസാഖിസ്ഥാൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റി എന്നാക്കി മാറ്റിയതാണ്. ഈ ഒരു യൂണിവേഴ്സിറ്റിയുടെ FMG പാസ് പെർസെൻറ്റേജ് നോക്കുന്ന സമയത്ത് അത് 14%. അത് കമ്പാരിറ്റീവ്ലി കുറവാണ്. ഇവിടെ നമുക്ക് ഒരു ചെറിയ ഷോപ്പുണ്ട്. ചെറിയ ഷോപ്പാണ്, ചെറിയൊരു ഷോപ്പുണ്ട് ഉള്ളിൽ കയറി, യൂണിവേഴ്സിറ്റിൻ്റെ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ. അങ്ങനെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിലെത്തി അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് തന്നെ ആദ്യം തന്നെ അവിടെ ഒരു സെക്യൂരിറ്റി ബ്ലോക്ക് ഉണ്ട്. അവിടെ നമ്മൾ നമ്മുടെ കാർഡ് സ്വൈപ്പ് ചെയ്തിട്ടാണ് ഉള്ളിലേക്ക് കയറുന്നത്. ഞങ്ങൾ യൂണിവേഴ്സിറ്റിയിലേക്ക് കയറിയ സമയത്ത് കുട്ടികൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തേക്കുന്ന ഒരുപാട് പ്രോഗ്രാംസിൻ്റെ ഫോട്ടോസ് അവിടെ ചുമറ്റിലുണ്ടായിരുന്നു. ഇവിടെ ഡാൻസിനൊക്കെ ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് എയ്ഡ് റൂം ഉള്ളത്. അതായത് കുട്ടികൾക്ക് ചെറിയ അസുഖം, പനി, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരുന്ന സമയത്ത് ഈ ഒരു ഫസ്റ്റ് എയ്ഡ് റൂമിലാണ് ഇന്ത്യൻ സ്റ്റുഡൻസ് വരാറുള്ളത്. അവിടെ നിന്നാണ് ഡോക്ടേഴ്സ് അവരെ ട്രീറ്റ് ചെയ്യാറുള്ളത്. ഞങ്ങൾ പോയ സമയത്തും അവിടെ ഇന്ത്യൻ സ്റ്റുഡൻസ് ഡോക്ടറിൻ്റെ അടുത്ത് ട്രീറ്റ്മെന്റിന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. വലിയ ജാക്കറ്റ് കിട്ടുന്നുണ്ടല്ലോ, അപ്പം ഇവിടെ ഊരി കൊടുക്കണം, അവർ ടോക്കൺ തരും, ക്ലാസ് ചെയ്യുമ്പോൾ വെച്ചിട്ട് പോകണം. ഫുള്ളി ഹീറ്റഡ് ആണല്ലേ? എയർ കണ്ടീഷൻ ആണോ ചൂടുള്ള സമയത്ത്? ഇല്ല, AC ഉണ്ട്. എല്ലാ ക്ലാസ്സിലും AC ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ചൂടുള്ള സമയത്ത് ഇവിടെ ഭയങ്കര ചൂടാണ്. ഭയങ്കര ചൂടായിരിക്കും, ഭയങ്കര ഒടുക്കത്തെ ചൂടായിരിക്കും. ഓ, അത്ര പറ്റത്തില്ല. അപ്പൊ നമ്മൾ യൂണിവേഴ്സിറ്റിയിലേക്ക് വന്നേക്കാണ്. അപ്പൊ യൂണിവേഴ്സിറ്റിന്റെ ഭാഗങ്ങൾ ജാക്കറ്റ് ഇവിടെ കൊടുത്തിട്ട് ഇവിടെ ടോക്കൺ വാങ്ങണം. എന്റെ ജാക്കറ്റ് ഊരി കൊടുക്കണോ? അപ്പൊ ജാക്കറ്റ് നമ്മൾ ഇവിടെ ഊരി കൊടുക്കണം. അപ്പൊ അവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ എടുത്തിട്ട് ടോക്കൺ തരും. അപ്പൊ ഇപ്പൊ തിരിച്ചു വാങ്ങാം. ഇല്ല, നമ്മൾ ഷൂട്ട് ചെയ്തിട്ട് വരുമ്പോൾ എടുക്കാം. അപ്പോൾ ഈ ടോക്കൺ കാണിച്ചാലേ നമുക്ക് തരുള്ളൂ. ഞങ്ങൾ അങ്ങനെ യൂണിവേഴ്സിറ്റിയുടെ സെക്കൻഡ് ഫ്ലോറിലേക്ക് വന്നു. അവിടെയാണ് പൊതുവെ ഇന്ത്യൻ സ്റ്റുഡൻസിന് ക്ലാസ്സുകളൊക്കെ ഉണ്ടാവാറുള്ളത്. എങ്ങനെ പറയും? ഹായ്. അത് റഷ്യല്ലേ? സലേം. നമ്മൾ സലാം എന്ന് പറയുന്ന പോലെ. അപ്പോ എത്ര എന്നുള്ളതിന് എന്താ പറയാ? ഇത്ര റഷ്യല്ലേ? കസാക്കിൽ എന്താ പറയാ? കൊഞ്ചാൻ തന്നെയാണ്. അത് തന്നെയാണ് നമ്മൾ ഇതിലും ഉസ്ബെക്കിലും യൂസ് ചെയ്യുന്നിട്ട്. സെയിം ടേം തന്നെയാണ്. ബാക്കിൽ കുറച്ച് കസാക്ക് ആൾക്കാരുണ്ടാവും, നമ്മൾ പറഞ്ഞിട്ട് ചിരിക്കുന്നു. ഹായ്. ഞങ്ങൾ ആദ്യം അവിടെയുള്ള ചെറിയൊരു ഡിസ്കഷൻ റൂമിലേക്ക് കയറി. അവിടെ അഡൾട്ട് ആൻഡ് ബേബി CPR പഠിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് മാൻകിൻസ് ഉണ്ടായിരുന്നു. അപ്പം ഇതാണ് അവരുടെ. നിങ്ങൾ എന്തിന്റെ ക്ലാസ് റൂമാണ്? എക്സാം ഒക്കെ എക്സാമിന്റെ ക്ലാസ് റൂമാണ്. പിന്നെ പ്രാക്ടിക്കൽ സ്കില്ലൊക്കെ ഇവിടെ വെച്ചിട്ടാണ്. അപ്പോൾ ഇതാണ്. അപ്പോൾ നീറ്റാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല ക്ലാസ് റൂമും കാര്യങ്ങളൊക്കെ. അങ്ങനെ അതും കണ്ട് ഞങ്ങൾ അടുത്തൊരു ക്ലിനിക്കൽ സ്കിൽസ് ലാബിലേക്ക് പോയി. അവിടെ ഒരുപാട് മാൻകിൻസ് ഉണ്ടായിരുന്നു. മെയിനായിട്ട് CPR പഠിക്കാൻ വേണ്ടിയിട്ടുള്ള മാൻകിൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. കറക്റ്റ് പൊസിഷൻ കറക്റ്റ് ആണോ, ബ്രീത്തിങ് എത്ര ലെവലിൽ കൊടുക്കണം. ഇവിടെ ഗ്രീൻ കളർ വന്നാൽ കറക്റ്റ് ആയിരിക്കും. റെഡ് കളർ കാണിക്കുകയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് കറക്റ്റ് ആണ്. അപ്പൊ നമുക്ക് കറക്റ്റ് എങ്ങനെ എയർ ഫ്ലോ എങ്ങനെ എത്ര കറക്റ്റ് കൊടുക്കണം, അല്ലെങ്കിൽ റിപ്സ് എപ്പോൾ പൊട്ടിപ്പോലോ, അപ്പൊ റെഡ് ആവും. നമുക്ക് കറക്റ്റ് എത്ര കൊടുക്കണം എന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പൊ നമ്മൾ എങ്ങനെ പ്രഷർ കൊടുക്കണം, CPR കൊടുക്കേണ്ട എങ്ങനെയാണെന്നുള്ളത് കറക്റ്റ് മനസ്സിലാവും. അപ്പൊ ചോക്കിംഗ് ഒക്കെ വരുന്ന സമയത്ത് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നുള്ളത് എല്ലാം കറക്റ്റ് അതാണ് ഇവിടെ ഫുൾ കാണിക്കും. ഇവിടെയാണ് ഇവിടെ ഈ ഇതൊക്കെ കാണിച്ചാൽ അതൊക്കെ റോങ് ആയിരിക്കും. കറക്റ്റ് ഈ പൊസിഷനിൽ തന്നെ കൊടുക്കണമെന്ന് പറയും. അങ്ങനെ അതും കണ്ട് നടക്കുന്ന സമയത്ത് അവിടെ ഫ്ലോറിലൊക്കെ കുറേ കുട്ടികളുണ്ടായിരുന്നു. സൗത്ത് കസാഖിസ്ഥാൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇന്ത്യൻ ടീച്ചേഴ്സും അതുപോലെ തന്നെ പാകിസ്ഥാനി ടീച്ചേഴ്സൊക്കെ ഉണ്ട്. ഇവിടെ ഒച്ച ഉണ്ടാക്കാൻ പറ്റില്ല എന്നാണ് ഇവർ പറയണത്. എൻ്റെ സൗണ്ടാണെങ്കിൽ നോർമലി തന്നെ കുറച്ചധികമാണ്. അത് ടീച്ചറാണ് ഏതിൻ്റെ? ഞാനങ്ങനെ ഒരു ഇന്ത്യൻ ടീച്ചർ ക്ലാസ് എടുക്കുന്ന ഒരു ക്ലാസ് റൂമിലേക്ക് കയറി. എങ്ങനെയാണ് ഇവരുടെ ക്ലാസ് കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു ക്ലാസ്സിൽ ശരിക്കും ഇന്ത്യയിൽ നിന്നുള്ള ഡിഫറൻറ്റ് സ്റ്റേറ്റിൽ നിന്നുള്ള കുട്ടികളുണ്ടായിരുന്നു. അവിടെയുള്ള ക്ലാസ് റൂമുകളൊക്കെ ഞാൻ ശ്രദ്ധിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ക്ലാസ് റൂമുകളും ഹീറ്റഡും എയർ കണ്ടീഷൻഡും ആണ്. ഇവിടെ കുട്ടികൾ സാധാരണ അനാട്ടമി ക്ലാസ്സിൽ വൈറ്റ് കോട്ടും ക്യാപ്പും വെച്ചിട്ടാണ് വരാറുള്ളത്. കുട്ടികളോട് ചോദിച്ച സമയത്ത് അവർ അനാട്ടമി ക്ലാസ്സിലൊക്കെ ഇതുപോലെ തന്നെയാണ് ഇരിക്കാറുള്ളത് എന്നാണ് പറഞ്ഞത്. ഡോക്ടർ ഹർഷത്ത് എന്ന് പറഞ്ഞ ഇന്ത്യൻ പ്രൊഫസർ ആയിരുന്നു അവർ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത്. ഇവിടെ ഞാൻ ശ്രദ്ധിച്ച കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അബ്രോഡ് പല രാജ്യങ്ങളിലും പൊതുവെ PPT കാണിച്ചതിന് ശേഷം ആ PPT എക്സ്പ്ലെയിൻ ചെയ്ത് പോയിട്ട് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് കുട്ടികളോട് പറയുകയാണ് ചെയ്യുക. അതായത് ഓരോ ടോപ്പിക്കിനെ കുറിച്ചിട്ടും ഡീറ്റെയിൽ ആയിട്ട് സാധാരണ ടീച്ചേഴ്സ് ക്ലാസ് എടുക്കാറില്ല. പക്ഷേ ഇന്ത്യൻ ടീച്ചേഴ്സുള്ള ഇപ്പോൾ സൗത്ത് കസാഖിസ്ഥാനൊക്കെ പോലുള്ള യൂണിവേഴ്സിറ്റിയുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇന്ത്യൻ ടീച്ചേഴ്സ് ആയതുകൊണ്ട് അവർക്കറിയാം ഇന്ത്യൻ സ്റ്റുഡൻസ് എങ്ങനെ പഠിച്ചു വന്നതാണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ അവർ ഓരോ ടോപ്പിക്കുകളും എടുത്ത് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിലാണ് ക്ലാസ് എടുക്കാറുള്ളത്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നിന്ന് പഠിച്ചു വന്ന ഒരു കുട്ടി
കുട്ടീനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് നമ്മൾ പുതിയൊരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് പോകുമ്പോൾ, അതായത് എന്തെങ്കിലും ഒരു ടോപ്പിക് പറഞ്ഞാൽ അതിനെ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം നിങ്ങൾ കൂടുതൽ പഠിക്കുക എന്ന് പറയുന്ന രീതിയിലേക്ക് പോകുന്ന എഡ്യൂക്കേഷൻ അവർക്ക് വലിയ രീതിയിൽ കൺവിൻസ് ആവാറില്ല. ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് സെക്കൻഡ് ഇയർ ഒക്കെ എത്തുന്ന സമയത്ത് അവരതിൽ ഫിമിലറായി അവർ പഠിച്ചു പോവാറുണ്ട്. പക്ഷേ തുടക്കത്തിൽ അവർക്കൊരു ചെറിയ ബുദ്ധിമുട്ട് ഉണ്ടാവാറുണ്ട്. എന്നാൽ ഇന്ത്യൻ ടീച്ചേഴ്സ് ഉള്ള സ്ഥലത്ത് ഇന്ത്യയിൽ നമ്മൾ എങ്ങനെയാണോ പഠിച്ചത് അതേപോലെ തന്നെയാണ് അവർ അവിടെയും ക്ലാസ് എടുക്കുന്നത്. സൗത്ത് കസാഖിസ്ഥാൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഓൾറെഡി ഞാൻ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ ആ വീഡിയോ നിങ്ങൾക്ക് മതിയാവും. പിന്നെ ഇവിടെ മറ്റ് യൂണിവേഴ്സിറ്റികൾ പോലെ തന്നെയാണ് ലെക്ചർ ക്ലാസ് ആകുന്ന സമയത്ത് മൾട്ടിപ്പിൾ ഗ്രൂപ്പുകൾക്ക് ഒന്നായിട്ടായിരിക്കും ഉണ്ടാവുക. സെമിനാർ ക്ലാസ് ആകുന്ന സമയത്ത്, അതായത് പ്രാക്ടിക്കൽ ക്ലാസ് ആകുന്ന സമയത്ത് ഓരോ ഗ്രൂപ്പിനും സെപ്പറേറ്റ് ആയിരിക്കും. ഞങ്ങൾ അങ്ങനെ ആ ക്ലാസ്സും ക്ലാസ് റൂമും ലാബുകളൊക്കെ കണ്ടിറങ്ങി. യൂണിവേഴ്സിറ്റി ബിൽഡിങ്ങിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് യൂണിവേഴ്സിറ്റിൻ്റെ ഹോസ്റ്റലുള്ളത്. എന്നാൽ പിന്നെ അതും കൂടെ കാണാമെന്ന് വിചാരിച്ച് അങ്ങോട്ടേക്ക് പോയി. ഇതൊക്കെ ക്ലാസ് റൂംസ് ആണ്. ഈ ഭാഗത്തൊക്കെ ക്ലാസ് റൂംസ് ആണ്. അപ്പോൾ ഇതാണ് യൂണിവേഴ്സിറ്റി ഹോസ്റ്റൽ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ സാധാരണ ഫസ്റ്റ് ഇയേഴ്സിന് കമ്പൽസറി ആണ്. ഫസ്റ്റ് ഇയർ കമ്പൽസറി ഹോസ്റ്റൽ. സെക്കൻഡ് ഇയർസും തേർഡ് ഇയേഴ്സും നിൽക്കാറുണ്ട് അവിടെ? ഇല്ല, പിന്നെ അവരെല്ലാവരും അപ്പാർട്ട്മെന്റിലോട്ട്. നിങ്ങൾ എവിടെയായിരുന്നു നിന്നത് തേർഡ് ഇയർ വരെ? നമ്മൾ കൊറോണ ടൈം ആയിട്ട് ഫസ്റ്റ് ഇയർ നമ്മൾ ഹോസ്റ്റലിൽ നിന്ന്, അത് കഴിഞ്ഞിട്ടാണ് കൊറോണ ടൈം. സെക്കൻഡ് ഇയർ നാട്ടിലായിരുന്നു. തേർഡ് ഇയർ ആകുമ്പോൾ തിരിച്ചു വന്നു. ഓക്കെ. അപ്പോൾ ആ സമയത്ത് അപ്പാർട്ട്മെന്റ് എടുത്തു. ഹോസ്റ്റലിന്റെ റെന്റ് എത്ര ഇവിടെ? ഹോസ്റ്റൽ എത്രയാണ് നമുക്ക് പറഞ്ഞു ഓർമ്മയില്ല. ഓക്കെ. നമ്മൾ പുറത്ത് നിൽക്കുന്നതിനേക്കാളും എക്സ്പെൻസ് ആണ് ഹോസ്റ്റലിന്റെ ഫുഡ് എങ്ങനെയുണ്ട്? നോർത്ത് ഇന്ത്യൻ ഫുഡ് ആണ്. ചപ്പാത്തി, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പനീർ, ചിക്കൻ. ഹോസ്റ്റലിൽ നിൽക്കുകയാണെങ്കിൽ കമ്പൽസറി ഫുഡ്. നാട്ടില് ഹോസ്റ്റൽ ഫുഡിനേക്കാളും നമ്മൾ ഇവിടുത്തെ ഫുഡ് കൊള്ളാലോ. ഇവിടുത്തെ ഫുഡ് കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നല്ല അഡ്ജസ്റ്റ് ചെയ്യാൻ സെൽഫ് കുക്കിംഗ് ചെയ്യാൻ പറ്റും നമുക്കിവിടെ. സെൽഫ് കുക്കിംഗ് തീരെ ഹോസ്റ്റലിൽ ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഫുഡ് കമ്പൽസറി ആണ്. അപ്പോൾ നമ്മൾ ഫുഡ് എടുത്താൽ പോലും ഇവിടെ സെൽഫ് കുക്കിംഗ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് ചില സമയത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കെറ്റിലൊക്കെ വെച്ച് നമ്മൾ റൂമിൽ വെച്ച് കെറ്റിലൊക്കെ വെച്ച് കുക്ക് ചെയ്യുകയാണെങ്കിൽ അവർ എടുത്തിട്ട് പോകും. അറിയാണെങ്കിൽ അവർ എടുത്തിട്ട് പോകും. അറിയാണ്ട് കഴിക്കാൻ പറ്റും, അല്ലാതെ ആണെങ്കിൽ കെറ്റിലൊക്കെ എടുത്തിട്ട് പോകും. അപ്പോൾ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഫുഡൊക്കെ വന്നാലോ? നോർത്ത് ഇന്ത്യൻ ഫുഡ് അഡ്ജസ്റ്റ് എന്നാൽ പുറത്ത് പോയി കഴിക്കാം. പുറത്ത് പോയി കഴിക്കാം. എത്ര മണിക്കാ എൻട്രി എക്സിറ്റ് ലാസ്റ്റ്? അല്ല, എൻട്രി ലാസ്റ്റ് 9 മണിക്ക് അകത്ത് കയറണം. അപ്പൊ ഒരു ചെക്കിംഗ് ഉണ്ട്. അവർ ലിസ്റ്റ് എടുത്തിട്ട് എല്ലാ റൂമിൽ പോയി എല്ലാ ദിവസവും ചെക്ക് ചെയ്യും. അറ്റൻഡൻസ് എടുക്കാം. എല്ലാ അറ്റൻഡൻസ് ആ സമയത്ത് ഇവിടെ വേണം, അല്ലെങ്കിൽ പ്രശ്നം. അല്ലെങ്കിൽ കംപ്ലൈന്റ് പോകും. അല്ല, അതിന്റെ ആരും പോകില്ല. ഷിംഗന്ത് യൂണിവേഴ്സിറ്റിയുടെ ഹോസ്റ്റൽ ഫ്ലോർ സെപ്പറേറ്റഡ് ആണ്. അതായത് ഒരു ഫ്ലോറിൽ ഗേൾസ് ആവുന്ന സമയത്ത് അടുത്ത ഫ്ലോറിൽ ബോയ്സ് എന്ന പോലെ. ഞങ്ങൾ അങ്ങനെ ഹോസ്റ്റലിന്റെ ഉള്ളിലേക്ക് കയറി. യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡയറക്റ്റ് നമുക്ക് ഹോസ്റ്റലിലേക്ക് കയറാൻ പറ്റും. ഞാൻ ആദ്യം തന്നെ ഹോസ്റ്റലിന്റെ മെസ്സിലേക്കാണ് പോയത്. ഞാൻ പോയ സമയത്ത് അവിടെ ചപ്പാത്തിയും ചോറും ഉരുളക്കിഴങ്ങിന്റെ ഒരു വിഭവവും അതുപോലെ തന്നെ ഒരു ദാൽ കറി ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ഫുഡ് ഇതാണല്ലേ, ചപ്പാത്തിയും ചോറും അതേപോലെ തന്നെ ഇതാണ് രാവിലത്തെ ഫുഡാണത്. ഉച്ചത്തേക്കുള്ള ഫുഡാണ്. 11-12 മണിയാകുമ്പോഴത്തേക്ക് ഉച്ചക്കത്തെ ഫുഡ് റെഡിയാവും. ഇപ്പം വെക്കേഷൻ അല്ലേ. അപ്പൊ ഏത് സമയത്താണ് രാവിലത്തെ ഫുഡ്? ശരിക്കും രാവിലെ ക്ലാസ് ഉള്ള ടൈമിലുള്ളൂ. വെക്കേഷൻ ടൈമിലൊന്നും ഇല്ല. സാറ്റർഡേ സൺഡേയും മോർണിംഗ് ഫുഡ് ഇല്ല. ക്ലാസ് ഉണ്ടെങ്കിൽ മാത്രമേ മോർണിംഗ് ഫുഡ് ഉള്ളൂ. പാസ്ത, നൂഡിൽസ് അങ്ങനത്തെ. ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഒരുപാട് നോർത്ത് ഇന്ത്യൻ സ്റ്റുഡൻസ് ഉണ്ടായതുകൊണ്ട് തന്നെ സൗത്ത് ഇന്ത്യൻ ഫുഡും നോർത്ത് ഇന്ത്യൻ ഫുഡും മിക്സ് ചെയ്തിട്ടാണ് ഇവിടെ ഉണ്ടാവുക. ഞാൻ ഹോസ്റ്റലിലെ ഫുഡ് കഴിച്ചു നോക്കി. വലിയ കുഴപ്പമൊന്നുമില്ല, കഴിക്കാൻ പറ്റുന്ന നല്ല ഫുഡ് തന്നെയാണ്. പക്ഷേ കുട്ടികൾ ഒരേ മെനു തന്നെ റിപ്പീറ്റഡ് ആയിട്ട് കഴിക്കുന്നുണ്ട്. അവർക്ക് ആ ഒരു മടുപ്പുണ്ടായിരുന്നു. അതായത് നമ്മൾ എല്ലാ തിങ്കളാഴ്ചയും ഒരേ ഫുഡ് തന്നെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എത്ര നല്ല ഫുഡാണെങ്കിൽ ഒരു മടുപ്പുണ്ടാവുമല്ലോ. ആ ഒരു മടുപ്പ് മാത്രമാണ് കുട്ടികൾ പറഞ്ഞിട്ടുള്ളത്. ശരിക്കും കുട്ടികൾക്ക് ആ മടുപ്പ് തോന്നുന്നത് ഹോസ്റ്റൽ ഫുഡ് മോശമായതുകൊണ്ടല്ല, കുട്ടികൾ ഒരേ മെനു റിപ്പീറ്റഡ് ആയിട്ട് കഴിക്കുന്നതുകൊണ്ടാണ്. ബസ്സിൽ ഒരുപാട് കുട്ടികൾ വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യൻ സ്റ്റുഡൻസ് ഒരുപാട് പേരുണ്ടല്ലേ അവിടെ? ടോട്ടൽ എത്ര ഇന്ത്യൻ സ്റ്റുഡൻസ് ഉണ്ടാവും അവിടെ? ടോട്ടൽ ഓൾമോസ്റ്റ് എത്ര സ്റ്റുഡൻസ് ഉണ്ടാവും? 2000 ഉണ്ടാവും. ഓക്കെ, 2000 അടുത്ത് ഇന്ത്യൻ സ്റ്റുഡൻസ് ഉണ്ടാവും. അപ്പോൾ ഇത് ശ്രുതിയിലെ കൃപ, സോറി. അപ്പോൾ ഇതാണ് കൃപ. കൃപ ഇവിടെ ഫസ്റ്റ് ഇയറിൽ പഠിക്കണം അല്ലേ? ഫസ്റ്റ് ഇയറിൽ പഠിക്കുകയാണ്. അപ്പോൾ കൃപ നാട്ടിലെവിടെയായിരുന്നു? കൊല്ലാണ്. ഓക്കെ, നമുക്ക് നടന്നുകൊണ്ട് കൃപൻ്റെ ഒരു ഒപ്പീനിയൻ കൂടെ കേൾക്കാം. യൂണിവേഴ്സിറ്റിനെ കുറിച്ചുള്ള ഒപ്പീനിയൻ കൂടെ കേൾക്കാം. എങ്ങനെയുണ്ട് കൃപക്ക്? എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തത് യൂണിവേഴ്സിറ്റി? ഞാനിപ്പം ഒക്ടോബറിലാണ് ഇവിടെ എത്തിയത്. അതായത് 3 months ആണ് എത്തിയിട്ട്. അപ്പം ഇതുവരെ എല്ലാം സാറ്റിസ്ഫാക്ടറി ആണ്, കുഴപ്പമൊന്നുമില്ല. ഓക്കെ ആണ്. സിറ്റി എങ്ങനെയുണ്ട്? സിറ്റി അടിപൊളിയാണ്. ഇപ്പം കസാഖ്സ്ഥാനിലെ കാര്യം നമ്മൾ ഞാൻ നാട്ടിലായിരുന്നു. അപ്പം കസാഖ്സ്ഥാൻ പറയുമ്പോൾ ആൾക്കാർക്ക് അത്ര ഒരു ഇതില്ലായിരുന്നു. എങ്ങനെ ഇവിടെ ഇപ്പൊ യൂട്യൂബ് അടിച്ചു നോക്കിയാലും കൂടുതലൊന്നും നമുക്കില്ല. വന്ന ശേഷം എല്ലാം അടിപൊളിയായിരുന്നു. ശരിക്കും യൂറോപ്യൻ ഫീൽ ഉണ്ട്. നല്ല യൂറോപ്യൻ ഫീൽ ഉണ്ട്. ഇപ്പം ഇവിടുത്തെ ആൾക്കാരെല്ലാം നല്ല ഫ്രണ്ട്ലി ആണ്. കൺട്രിയിൽ വെച്ച് എല്ലാം അടിപൊളിയായിട്ട് പോകുന്നു. ഹോസ്റ്റൽ എങ്ങനെയുണ്ട്? ഹോസ്റ്റലും കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം ഫ്രീഡം ഉണ്ട്. മിക്സ്ഡ് ആണ്.
അപ്പം 7 ഫ്ലോർസ് ഉണ്ട് ഇവിടെ. മിക്സ്ഡ് ആണ്, റൂം മിക്സ്ഡ് ആണ് എന്ന് വെച്ചാൽ ബോയ്സ് ആൻഡ് ഗേൾസ് മിക്സ്ഡ് ആണ്. അതായത് ഫ്ലോർ ആണോ റൂമാണോ? ഫ്ലോർ ആണ്. അപ്പോൾ ബോയ്സിന്റെ ഫ്ലോറിലേക്ക് ഗേൾസിന് പോകാം? ഗേൾസിന്റെ അലൗഡ് അല്ല. പക്ഷേ മിക്സ്ഡ് ആണ്. അപ്പോൾ ഗേൾസിന് സെപ്പറേറ്റ് ഫ്ലോർസ് ഉണ്ട്, ബോയ്സിന് സെപ്പറേറ്റ്. ഫ്ലോർ സെപ്പറേറ്റഡ് ആണ്. ഓക്കെ, ഈ ക്ലാസ് എങ്ങനെ ഫീൽ ചെയ്ത്? ക്ലാസ് എങ്ങനെ ഉണ്ട്? കുഴപ്പമൊന്നുമില്ല. ഇന്ത്യൻ ഫാക്കൽറ്റീസും ഉണ്ട്, ഇവിടുത്തെ ഫാക്കൽറ്റി ഉണ്ട്. ഫസ്റ്റ് സെമ്മിൽ കൂടുതൽ കോഴ്സ് സബ്ജക്ട്സ് ഒന്നുമില്ല, ജസ്റ്റ് ബേസിക്സ് ഒക്കെ. ഇവിടുത്തെ ലാംഗ്വേജ്, ഹിസ്റ്ററി, എന്നിട്ട് പിന്നെ ഫോറിൻ ലാംഗ്വേജ്, അത് ഇംഗ്ലീഷ് തന്നെ. അങ്ങനത്തെ പിന്നെ മൈക്രോബയോളജി, മോളിക്കുലർ ബയോളജി. പക്ഷേ ഇതെല്ലാം നമ്മൾ 12th ആയിട്ട് വരുന്നതിൻ്റെ കണ്ടിന്യൂഷൻ പോലെ. എങ്ങനെയുണ്ട് ഇവരുടെ ഇംഗ്ലീഷ് ഒക്കെ? കുറച്ച് മനസ്സിലാക്കി പാടൊക്കെ വരും, പക്ഷേ കുഴപ്പമില്ല. ഓക്കെയാണ്. ഏതാണ് ഇവിടെ നല്ല രീതിയിൽ വൃത്തിക്ക്? ഇന്ത്യൻ സ്റ്റുഡൻറ് ടീച്ചേഴ്സ് ഏതൊക്കെ സബ്ജക്റ്റ് എടുക്കുന്നത്? അനാറ്റമി ഉണ്ട്, ഹിസ്റ്റോളജി ഉണ്ട്, പിന്നെ വരുന്നതേ ഉള്ളൂ. മെയിൻ ആയിട്ടുള്ള 2 സബ്ജക്റ്റ് അവരാണ് എടുക്കുന്നത്. കസാഖ് ടീച്ചേഴ്സ് എടുക്കുന്നതാണ് ഇന്ത്യൻ ടീച്ചേഴ്സ് എടുക്കുന്നത്? നമുക്ക് ഇവിടെ ഇന്ത്യൻ ടീച്ചേഴ്സ് എടുക്കുന്നത് തന്നെയായിരിക്കും നമ്മുടെ ആ ഒരു വേ ഓഫ് ലേണിംഗ് ഒക്കെ ഇന്ത്യൻ ടീച്ചേഴ്സ് എടുക്കുന്നത്. കസാഖ് ടീച്ചേഴ്സ് കുറച്ചുകൂടെ നമുക്ക് ഇങ്ങനെ ഓരോരോ വർക്ക് അസൈൻ ചെയ്ത് തന്നിട്ട് നമ്മളോടത് ചെയ്യാൻ പറയും, നമ്മളോടത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും. അവർ പറയുന്നേക്കാളും നമ്മളോട് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനും നമ്മളോട് കൂടുതൽ ഇന്ററാക്ട് ചെയ്യാൻ പറയും. സെൽഫ് ലേണിംഗ് ആയിരിക്കും. പക്ഷെ ഇന്ത്യൻ ടീച്ചേഴ്സ് ആകുമ്പോൾ നമ്മളോട് കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരും, സംഭവം എന്താന്ന് പറയും, ഇങ്ങനെ ചെയ്യാൻ അങ്ങനെ ചെയ്യാൻ പറയും. സെമസ്റ്റർ എക്സാം കഴിഞ്ഞിട്ടില്ല? സെമസ്റ്റർ എക്സാം കഴിഞ്ഞില്ല, ഞങ്ങളുടെ 2 വീക്സിനുള്ളിൽ അത് കാണും. ഇപ്പം മിഡ് ടേംസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. മിഡ് ടേം എങ്ങനെ ഉണ്ടായിരുന്നു? മിഡ് ടേം ഇവിടെ അത്ര സീനൊന്നുമില്ല, MCQ ഒക്കെയാണ്. MCQ ആദ്യ ക്വസ്റ്റ്യൻസ് തരുമോ? ക്വസ്റ്റ്യൻസ് എന്തൊക്കെ പഠിക്കേണ്ടതെന്ന് തരും, PDF ഫോമിൽ തരും. അപ്പോൾ അത് വെച്ച് പ്രിപ്പയർ ചെയ്യാം, ഈസി ആയിട്ട് ക്ലിയർ ചെയ്യാം. ഇയർ ബാക്ക് ഉണ്ട് അവിടെ? ഇയർ ബാക്ക് ഉണ്ട്. എങ്ങനെയാണ് ഇയർ ബാക്ക്? അറ്റൻഡൻസിന്റെ പ്രശ്നമുണ്ട്. അറ്റൻഡൻസ് ഇവിടെ 3 അറ്റൻഡൻസ് സ്കൂളിലായ ഒരു സബ്ജക്റ്റിന് റീസൈക്കിളിന് പോവാം. ഇയർ ബാക്ക് ഇയർ ബാക്ക് അല്ല, റീസൈക്കിൾ പിന്നെ പേയ്മെന്റ് ചെയ്ത് അല്ലാതെ പിന്നെ ആ സബ്ജക്ട് ഒന്നുകൂടെ പഠിക്കണം. ആ ഇയറിൽ തന്നെ ഒന്നുകൂടെ പഠിക്കണം. പക്ഷേ ഇയർ പോകില്ല, നമ്മൾ ആ സബ്ജക്ട് ഒന്നുകൂടെ പഠിക്കണം. തുടക്കം തൊട്ട് ഫുള്ളി ഇയർ ബാക്ക് ആവുന്നുണ്ടോ? ഫുള്ളി ഇയർ ബാക്ക് സെമസ്റ്റർ എക്സാം അല്ലാതെ ഫെയിൽ ആവില്ല. അങ്ങനെയാണെങ്കിൽ റിപ്പീറ്റ് എടുക്കാൻ പറ്റുമോ സെമസ്റ്റർ എക്സാം? സെമസ്റ്റർ എക്സാം അത് ഡി ഓഫീസിൽ പോയി നിങ്ങൾക്ക് റിപ്പീറ്റ് എടുക്കാൻ പറ്റാറുണ്ടോ? നമുക്ക് വെക്കേഷന് ക്ലിയർ ചെയ്താൽ മതി. ആ സെമസ്റ്റർ എക്സാം ഫെയിൽ ആയിട്ടുണ്ട്. അപ്പോൾ റിപ്പീറ്റ് ആണെങ്കിൽ മറ്റേ ഇതാണെങ്കിലോ, റീസൈക്കിൾ ആണെങ്കിലോ? അല്ല, സെമസ്റ്റർ എക്സാം ഫെയിൽ ആയാൽ റീസൈക്കിൾ ആണ്. റീസൈക്കിൾ കിട്ടും. ഓക്കെ, റീസൈക്കിൾ പേ ചെയ്ത് പഠിക്കാം. ഇയർ ബാക്ക് അപ്പോൾ എപ്പോഴാണ് കിട്ടുക? ആ പോയിന്റ് അപ്പോൾ നമുക്ക് കൂട്ടാനൊന്നും പറ്റില്ല. ഇയർ പാസ്സാവും. അപ്പോൾ GPA കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂട്ടാനുള്ള വഴിയൊന്നുമില്ല. അത് കിട്ടിയിട്ടില്ലെങ്കിലാണ് ഇയർ ബാക്ക് ആവും. കുറവാണെങ്കിൽ നമുക്ക് ഒന്നുകൂടെ എഴുതാൻ ചാൻസ് തരും. ഏകദേശം നമ്മൾ അതിന് പേയ്മെന്റ് ഒന്നും ചെയ്യേണ്ട, പക്ഷെ ഒരു ചാൻസ് തരും. അതും പാസ്സായില്ലെങ്കിലാണ് ഈ റീസൈക്കിൾ. ഞങ്ങളങ്ങനെ ഹോസ്റ്റലിൻ്റെ മെസ്സും കണ്ട് ഹോസ്റ്റലിൻ്റെ റൂമുകൾ കാണാൻ വേണ്ടി പോയി. ഇവിടെ കോമൺ ബാത്റൂമും ടോയ്ലറ്റുമാണ്. അതായത് ബാത്റൂമും ടോയ്ലറ്റും സെപ്പറേറ്റ് ആണ്, പക്ഷെ ഓരോ ഫ്ലോറിനും കോമൺ ആണ്. ടോയ്ലറ്റിന് ശരിക്കും ഡോറുകളുണ്ട്, പക്ഷെ ബാത്റൂമിന് ഡോറുകളില്ല, കർട്ടൻ ആണുള്ളത്. പിന്നെ ഈ ബാത്റൂമും ടോയ്ലറ്റും അല്ലാതെ അവർക്ക് പല്ല് തേക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വാഷ് ബേസിൻ ഏരിയയും കൂടെ ഉണ്ടായിരുന്നു. ഹോസ്റ്റൽ റൂമുകളൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. ഡോർമെറ്ററി ടൈപ്പ് ബെഡുകളായിരുന്നു ഉണ്ടായിരുന്നത്. ബെഡും വാർഡ്രോപ്പും പില്ലോവും ബ്ലാങ്കറ്റും എല്ലാം ഹോസ്റ്റൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ എല്ലാ റൂമുകളും 4 ഷെയറിംഗ് റൂമുകളാണ്. കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ടേബിളും ചെയറും എല്ലാം അവർ കൊടുക്കുന്നുണ്ട്. ക്ലാസ് ടൈം ഞങ്ങൾക്ക് ഒരാഴ്ചയിൽ പല ഇതാണ് ഷെഡ്യൂൾ അനുസരിച്ച്. ചില സമയത്ത് നമുക്ക് 8 o'clock ലെക്ചർ കാണും, അത് കഴിഞ്ഞിട്ട് നമുക്ക് ബ്രേക്ക് ഉണ്ടായിരിക്കും. പിന്നെ 2 o'clock അടുത്ത പ്രാക്ടിക്കൽ ക്ലാസ്സോ SIW. അപ്പം ഓരോ ദിവസം ഓരോന്ന്. ചില ദിവസം 6 o'clock വരെ കാണും, ചില ദിവസം 2 മണിയാകുമ്പോഴും തീരും. മിസ്സുമാരുടെ ഇതും അനുസരിച്ച് മാറി ഷെഡ്യൂൾ. നമുക്കാണെങ്കിൽ 4th ഇയർ മുതൽ സൈക്കിൾ ക്ലാസ് ആണ്. ഒരു സബ്ജക്ട് കംപ്ലീറ്റ് ആയതിനു ശേഷം അടുത്ത സബ്ജക്ട്. എത്ര ദിവസം ആബ്സെന്റ് എടുക്കാൻ പറ്റും? ഒരു സബ്ജക്റ്റിന് 3 ആബ്സെന്റ്. 3 ആബ്സെന്റ് എടുക്കാൻ പറ്റും.
ഒരു സബ്ജക്റ്റിന് 3 എണ്ണം. ഒരു സബ്ജക്റ്റിന് 15 ക്ലാസ് ഉണ്ടാവും. പക്ഷേ ആക്സൻസ് എടുത്താൽ GPA കുറയും. ഇവിടെ ഓരോ ദിവസമാണ് നമ്മുടെ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യണത്. ഓരോ ദിവസം എന്നിട്ടാണ് ഫൈനൽ എക്സാമിന് 1% ഡെയിലി SAW പിന്നെ പ്രാക്ടിക്കൽ സ്കില്ലിനും ഓരോ മാർക്ക്. ലെക്ചർ, പ്രാക്ടിക്കൽ, SAW. അപ്പോൾ ലെക്ചർ എന്ന് പറയുന്നത് നമുക്ക് ഒരു മിക്കവാറും മോർണിംഗ്സിലായിരിക്കും ഒരു 50 മിനിറ്റ്സിൻ്റെ ക്ലാസ് ഉണ്ടാവും. പിന്നെ പ്രാക്ടിക്കൽ ലെസണും എന്ന് പറഞ്ഞാൽ ലെക്ചർ പോലെ തന്നെയാണ്, ക്ലാസ്സസ് ആയിരിക്കും, കൂടുതൽ നോട്ട്സ് ഒക്കെ എഴുതാനായിരിക്കും. പിന്നെ SAW എന്നുണ്ട്, സ്റ്റുഡൻറ് ഇൻഡിവിജ്വൽ വർക്ക് എന്ന് പറയുന്നത്. അത് നമ്മൾ ഈ PPT പ്രസന്റേഷൻസ് ആയിരിക്കും നമ്മൾ ഓരോ സ്റ്റുഡൻസ് ഉണ്ടാക്കുന്നു. മാർക്ക് മാർക്ക് അല്ല, അത് ഓരോ സ്റ്റുഡൻസിനും ഒരു വിഷയത്തിന് 5 PPT വെച്ച് സബ്മിറ്റ് ചെയ്യണം. ആബ്സെന്റ് ഇടും. അപ്പോൾ അത് നമ്മൾ 3 ആബ്സെന്റ് ആയാൽ നമുക്ക് റീസൈക്കിൾ എന്ന് പറയുന്നത് ഇല്ല. റീസൈക്കിൾ എന്ന് വെച്ചാൽ നമ്മൾ എല്ലാം പിന്നെ ആദ്യം തൊട്ട് തുടങ്ങണം, ചെയ്യണം. മെഡിക്കൽ ലീവ് എടുക്കാം. മെഡിക്കൽ ലീവ് ആണെങ്കിൽ നമുക്ക് ആബ്സെന്റ് വീഴൂല. നമുക്ക് ഇവിടെ നിന്ന് ഒരു സ്ലിപ്പ് കിട്ടും, അതുകൊണ്ട് കാണിച്ചാൽ മെഡിക്കൽ ലീവ്. പ്ലാറ്റിനസ് എന്ന് പറഞ്ഞ ഒരു ആപ്പ് സൈറ്റ് ഉണ്ട്. ആ സൈറ്റിൽ നമുക്ക് എപ്പോഴും അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും അവർ. നോക്കും. അങ്ങനെ എപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കും. ഞാൻ കണ്ണൂരിൽ നിന്നായതുകൊണ്ട് കണ്ണൂരിൽ നിന്ന് ആദ്യം മുംബൈ അല്ലേ? ആദ്യം മുംബൈ. ഇവര് ആദ്യം കൊച്ചിയിലായിരുന്നു, നെടുമ്പാശ്ശേരി. കൊച്ചി ടു മുംബൈ, മുംബൈ ടു ഡൽഹി, ഡൽഹിയിൽ നിന്ന് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. അറൗണ്ട് 30K, അറൗണ്ട് 30K 35. അതുണ്ട്. അത് ചിലവരെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വേറൊരു മലയാളി ടീംസ് ഉണ്ട്. അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഡൽഹിയിൽ നിന്ന് ആദ്യം അൾമാട്ടി വന്ന് അൾമാട്ടി അല്ല ഡൽഹിയിൽ നിന്ന് ഡയറക്റ്റ് എളുപ്പം. പക്ഷെ എപ്പോഴും അങ്ങോട്ട് ഫ്ലൈറ്റ് ഉണ്ടാവാൻ നൈസായിരുന്നു, അടിപൊളിയായിരുന്നു. പുതിയ ഫ്രണ്ട്സ് അല്ല, കുറച്ച് ലേവറൊക്കെ മടുപ്പായിരുന്നു. ഞങ്ങൾക്ക് ഒന്നുകൂടെ ബെറ്റർ ആയിരുന്നു. അവര് കുഴപ്പമൊന്നുമില്ല. ഇല്ല, ഞാൻ ഇന്ത്യയിൽ തന്നെയാണ്. ഇല്ല ഹോസ്പിറ്റൽ കഴിക്കണം. അതിനും കൂടെ അത് ട്രൈ ചെയ്യണമെന്നുണ്ട്. കുഴപ്പമില്ലാത്ത നമുക്ക് ഇഷ്ടപ്പെട്ട പുഴുങ്ങിയ പോലെ ഉണ്ടാവും. അങ്ങനെ ഉപ്പിട്ടിട്ട് പുഴുങ്ങിയ പോലെ അവിടെ പാർക്കുകൾ, ലേക്സ് ഒക്കെ ഉണ്ട്, അവിടെയൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. പിന്നെ ഇല്ല ഇവിടെ ട്രൈ ചെയ്തിട്ടില്ല. റൈസിന്റെ ഒരു ലോക്കൽ ഫുഡ് കഴിച്ചായിരുന്നു, അത് നല്ല. നിങ്ങളുടെ പേഴ്സണൽ ഒപ്പീനിയനിൽ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. നോർത്ത് ഇന്ത്യൻ ഫുഡ് അല്ല, നോർത്ത് ഇന്ത്യൻ ഫുഡാണ്. ബട്ട് ഞങ്ങൾക്ക് ഇവിടെ സൗത്ത് ഇന്ത്യൻ കുക്ക് വരുന്നുണ്ട് നെക്സ്റ്റ് ഇയറിൽ. അങ്ങനെ ഞാൻ ഹോസ്റ്റലിൽ നിന്നും യൂണിവേഴ്സിറ്റിയിൽ നിന്നൊക്കെ ആയിട്ട് ഒരുപാട് കുട്ടികളോട് സംസാരിച്ച് യൂണിവേഴ്സിറ്റിയെ കുറിച്ച് മനസ്സിലാക്കിയത്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ പറയുകയാണെങ്കിൽ സൗത്ത് കസാഖിസ്ഥാൻ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് സെൽഫ് സ്റ്റഡിയാണ് കൂടുതൽ. നമ്മൾ കൈറോ യൂണിവേഴ്സിറ്റി പോലെയാണ്, ഈജിപ്തിലെ കൈറോ യൂണിവേഴ്സിറ്റി പോലെയാണ്, സെൽഫ് സ്റ്റഡിയാണ് കൂടുതൽ. പിന്നെ ഇവിടെ അറ്റൻഡൻസിന് ഈ ഉസ്ബെക്കിലെ പോലെ റീവർക്കും കാര്യങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. 3 ലീവ് എടുക്കാൻ പറ്റും. 3 കൂടുതൽ എടുത്തു കഴിഞ്ഞാലാണ് ഇവർക്ക് റീസൈക്കിൾ എന്ന് പറഞ്ഞുള്ള ഒരു പ്രോസസ്സ്. റീസൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ സബ്ജക്റ്റ് പൈസ കൊടുത്തിട്ട് രണ്ടാമതും പഠിക്കണം. അത് ചിലപ്പോൾ വെക്കേഷൻ്റെ സമയത്ത് പഠിക്കണം, അതല്ലെങ്കിൽ എന്തെന്ന് വെച്ചാൽ എക്സ്ട്രാ ടൈം എടുത്തിട്ട് നമ്മളത് പഠിക്കേണ്ടി വരും. അതാണ് കസാക്കിൻ്റെ ഒരു രീതി. പിന്നെ ഇവിടുത്തെ ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്റ്റൽ, പിന്നെ ഈ ബാത്റൂമിൽ എന്താണെന്ന് വെച്ചാൽ ഈ ഷവർ നമ്മൾ കണ്ടില്ലേ, ഈ ഒരു സാധനമാണ്. പിന്നെ ഫുഡ് ഓക്കെയാണ്, പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സമയത്തും ഒരേ ഫുഡ് കഴിക്കുന്നതിൻ്റെ ഒരു ഇഷ്യൂ ഇവർക്ക് വരാറുണ്ട്. കോമൺലി എല്ലാ ദിവസവും ഒരേ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഒരു വ്യത്യാസം ഉണ്ടാവുമല്ലോ, അതുണ്ടാവാറുണ്ട്. ഞങ്ങൾ അതൊക്കെ കണ്ടിട്ട് നേരെ യൂണിവേഴ്സിറ്റിൻ്റെ തൊട്ടടുത്തുള്ള കുട്ടികൾ സാധാരണ ബ്രോസ്റ്റ് കഴിക്കാൻ വേണ്ടി പോകുന്ന ഒരു കട ഉണ്ട്. ഇന്ത്യൻ സ്റ്റുഡൻസിൻ്റെ ഒക്കെ ഫേവറേറ്റ് കടയാണ് ഇത് എന്നാണ് കുട്ടികൾ പറഞ്ഞിട്ടുള്ളത്. നന്ദു ബ്രോസ്റ്റ് എന്നാണ് ആ ഒരു കടയുടെ പേര്. അങ്ങനെ അവിടുന്ന് ഫുഡും കഴിച്ച് ഞങ്ങൾ ഈ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കുട്ടികൾ നിൽക്കുന്ന ഒരു അപ്പാർട്ട്മെന്റ് കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോയി. ഇത് ബോയ്സ് നിൽക്കുന്ന അപ്പാർട്ട്മെന്റ് ആണ്, അതുകൊണ്ട് തന്നെ നമുക്കറിയാലോ എത്രമാത്രം മെസ്സി ആയിരിക്കും എന്നുള്ളത്. പക്ഷേ ഈ ഒരു അപ്പാർട്ട്മെന്റ് അത്യാവശ്യം നീറ്റ് ആയിട്ടായിരുന്നു കുട്ടികളെ കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സൗത്ത് കസാഖിസ്ഥാൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ഹോസ്റ്റലിൽ
മെസ്സ് കമ്പൽസറി ആണ്, അതായത് നമുക്ക് സെൽഫ് കുക്കിംഗ് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു കാരണം കൊണ്ടാണ് ഭൂരിഭാഗം കുട്ടികളും സെക്കൻഡ് ഇയർ ആകുമ്പോൾ തന്നെ പുറത്ത് അപ്പാർട്ട്മെൻറ്റ് എടുത്ത് നിൽക്കാറുള്ളത്. ഈ ഒരു ഹോസ്റ്റലിൻ്റെ റെൻറ്റ് ഒരു വർഷത്തേക്ക് ഏകദേശം $1200. ബോയ്സിൻ്റെ റൂമൊക്കെ അത്യാവശ്യം സ്പേസസ് ആയിട്ട് കുട്ടികൾക്ക് നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള റൂമുകളായിരുന്നു. റൂമുണ്ട്, അതേപോലെ തന്നെ ഹാളുണ്ട്, കിച്ചൺ ഉണ്ട്, ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിലെ അപ്പാർട്ട്മെൻറ്റ് പോലെ തന്നെയുള്ള അപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സൗത്ത് കസാഖിസ്ഥാൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് അറിയാനുണ്ടായിരുന്നത്. നമ്മളിന്ന് യൂണിവേഴ്സിറ്റിയുടെ ഹോസ്റ്റലും കുട്ടികൾ നിൽക്കുന്ന അപ്പാർട്ട്മെൻറ്റും എല്ലാം കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞേക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് വിളിച്ചാൽ മതി.